നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാവക്കാട് മണത്തലയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഗുരുവായൂർ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്തു നിന്നും രാത്രിയിൽ വൻതോതിൽ മണ്ണെടുക്കുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ. നെയ്തലക്കാവ് പൂരദിനത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. കാവുങ്ങൽ വിപിൻ, പെരിങ്ങാട് വീട്ടിൽ സുബേഷ് എന്നിവരാണ് പ്രതികൾ. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിട്ടുനൽകിയ വാഹനങ്ങൾക്ക് 1 മാസം കഴിഞ്ഞിട്ടും വാടക ലഭിച്ചില്ലെന്ന് പരാതി. വാഹനങ്ങളുടെ വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂരിലെ ടാക്സി ഉടമകൾ. കാവനാട് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചു. ടാങ്കറുകളിൽ വെള്ളമെത്തിച്ചും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ശ്രമം. പമ്പിംഗ് നിർത്തിവെച്ചത് കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ. വാർത്തകൾ വിശദമായി. ചാവക്കാട് മണത്തല വോൾഗയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ മുത്തമ്മാവ് സ്വദേശി വിനേഷാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. പരിക്കേറ്റ യുവാവിനെ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുവായൂർ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയൂർ ചുവന്നൂർ സ്വദേശി പുരുഷോത്തമൻ, ഭാര്യ സരോജം, സഹോദരി രമണി, അടൂർ സ്വദേശി ചെരുവിൽ വീട്ടിൽ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. തെക്കേനടയിൽ ബ്രാഹ്മണ സമൂഹ മഠത്തിന് സമീപം രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. പുരുഷോത്തമനും കുടുംബവും ക്ഷേത്രദർശനം കഴിഞ്ഞ് പടിഞ്ഞാറെ നടയിൽ നിന്ന് തെക്കേനടയിലേക്ക് പോകവെ എതിരെ വന്ന അനന്തുവിന്റെ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം തകർന്നു. നടുറോഡിൽ കാറുകൾ കൂട്ടിയിടിച്ചത് മൂലം ഏറെ നേരം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടിയിൽ യുവാക്കൾ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറും വൈദ്യുതി തൂണും ഇടിച്ചു തകർത്തു. വെള്ളറക്കാട് ഭാഗത്തു നിന്നും വന്നിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ എരുമപ്പെട്ടി ആശുപത്രിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ഇലക്ട്രിക് പോസ്റ്റിലും നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം തകരുകയും ഇലക്ട്രിക് പോസ്റ്റിന്റെ കടഭാഗം മുറിഞ്ഞു വീഴുകയും ചെയ്തു. അപകടത്തിന് ശേഷം മറ്റു വഴികളിലൂടെ യുവാക്കൾ സഞ്ചരിച്ച കാറിനെ പിന്തുടർന്ന എരുമപ്പെട്ടി പോലീസ് മങ്ങാട് കോട്ടപ്പുറം റോഡിൽ വെച്ച് കാർ തടഞ്ഞു. പോലീസ് വാഹനത്തിലും ഇടിച്ച കാർ നിർത്തി യുവാക്കൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് പിന്തുടർന്ന് ഓടിച്ചിട്ട് ഇവരെ പിടികൂടുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്ത് രാത്രിയിൽ നടത്തുന്ന മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. രാത്രി 9 മണി മുതൽ പുലർച്ചെ വരെയാണ് മണ്ണെടുക്കുന്നത്. 100ഓളം ടിപ്പർ ലോറികളാണ് മണ്ണ് നിറച്ച് ചെറിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന ശബ്ദം കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും പൊടി ശ്വസിച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിധീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് പുരാതനമായിട്ടുള്ള മണിമലർക്കാവിന്റെ പരിസരത്ത് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈവേ പെർമിറ്റ് ഉണ്ട്. ഹൈവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് പെർമിറ്റുള്ള ശിവാലയ കൺസ്ട്രക്ഷൻസ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ മണ്ണെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് പെർമിറ്റുള്ള വണ്ടിക്ക് 24 hours അവർക്ക് മണ്ണെടുക്കാനുള്ള പെർമിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഈ രാത്രി ഈ വേലൂർ പഞ്ചായത്തിലുള്ള ജനങ്ങള് ഒരുപാട് കർഷകരായിട്ടുള്ള നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് കൂലിപ്പണിക്ക് പോയിട്ടൊക്കെയുള്ള ആളുകളാണ്. ഇവർ രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് വീടുകളിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന സമയമാണ് ഈ രാത്രി 9 മണി തൊട്ട് 10 മണി വരെ ഉള്ള അതുകൊണ്ട് പുലർച്ചെ വരെയുള്ള സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ കാണുന്നുണ്ടായിരിക്കും 10ഉം 20ഉം ടോറസ് കണ്ടിന്യൂസ് ഒരു ഗ്യാപ്പും ഇല്ലാതെ ഈ ഇത്രയും മണ്ണ് നിറഞ്ഞ ഈ റോഡിൽ കൂടെ ഒരു വെള്ളം പോലും തെളിക്കാതെ കണ്ടിന്യൂസ് പോകുമ്പോൾ, അതുപോലെ തന്നെ ഈ റോഡിന്റെ പരിസരത്ത് കാനവർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിൽ മെറ്റലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഇത്രയും വലിയ ടോറസ് ഒക്കെ കടന്നു പോകുമ്പോൾ വലിയ സൗണ്ട് ഉണ്ടാകുകയും ഈ പൊടിശല്യം കാരണം കൊണ്ട് ആളുകൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റുന്നാത്ത അവസ്ഥയുണ്ടായപ്പോൾ ജനങ്ങളുടെ പരാതി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വീടുകളിൽ ഇരിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ഞങ്ങൾ ഇത് പരിശോധനയ്ക്കായിട്ട് ഇങ്ങോട്ട് വന്നത്. അത് പറഞ്ഞു.
നെയ്തലക്കാവ് പൂരദിനത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. കുറ്റൂർ സ്വദേശി രഞ്ജിത്ത് എന്ന അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയത്. 2010 ഡിസംബർ 26-നായിരുന്നു സംഭവം. കാവുങ്ങൽ വീട്ടിൽ അക്രു എന്ന വിപിൻ, പെരിങ്ങാട് വീട്ടിൽ മൂജു എന്ന സുമേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസത്തിലേറെ പിന്നിട്ടെങ്കിലും വാടക ലഭിക്കാതെ പഴയന്നൂരിലെ ടാക്സി ഉടമകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിട്ടു നൽകിയ 100ഓളം വാഹനങ്ങളുടെ വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ടാക്സി ഉടമകളും തൊഴിലാളികളും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സർവീസ് നടത്തിയ വാഹനങ്ങൾക്കാണ് മാസങ്ങൾ പിന്നിട്ടിട്ടും അർഹമായ തുക ലഭിക്കാത്തത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ചെറു ടാക്സികൾ മുതൽ ട്രാവലർ വരെയുള്ള 100ഓളം വാഹനങ്ങളാണ് വടക്കാഞ്ചേരി RT ഓഫീസിൽ നിന്നും ബ്ലോക്ക് ഓഫീസിലേക്ക് വിട്ടു നൽകിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും ഇന്ധന ചെലവ് പോലും ലഭിക്കാതെ വൻ പ്രതിസന്ധിയിലാണ് തങ്ങളെന്ന് ഉടമകൾ പറയുന്നു. 2 മാസത്തോളമായി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെയും ഇത്രയും വാഹനങ്ങൾക്ക് ഉള്ള വാടക ഇനത്തിലുള്ള ഫണ്ടുകൾ കിട്ടിയിട്ടില്ല. 1 ലിറ്റർ ഡീസൽ അടിക്കാൻ പോലുമുള്ള പൈസകൾ അവർ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ കളക്ടറേറ്റിൽ വിളിച്ചാലും ബ്ലോക്ക് ഓഫീസിലേക്ക് വിളിച്ചാലും അവർ പറയുന്നത് ഫണ്ടായിട്ടില്ല എന്ന് പറയും. കളക്ടറേറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫണ്ട് കൈമാറിയിട്ടുണ്ട്, ബ്ലോക്ക് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് പറയും. അപ്പൊ അത്തരത്തിൽ അത് അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തില് പലർക്കും കൊടുക്കാനുള്ള ഫണ്ടുകൾ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ തരാനുള്ള പൈസ ആയിട്ടില്ല എന്ന് പറയും. അങ്ങനെയായിട്ട് ഇത്രയും നാളുകളായിട്ടും നമുക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല. കളക്ടറേറ്റിൽ അന്വേഷിക്കുമ്പോൾ ഫണ്ട് ബ്ലോക്കിലേക്ക് കൈമാറിയതായി അറിയിക്കുന്നു. എന്നാൽ ബ്ലോക്ക് ഓഫീസിലെത്തുമ്പോൾ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണെന്ന് ഉടമകൾ ആരോപിക്കുന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ടാക്സി ഉടമകൾക്ക് അടിയന്തരമായി കുടിശ്ശിക തീർത്തു നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. TCV ന്യൂസ്, ചേലക്കര. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളിയിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് തടസ്സപ്പെട്ട കുടിവെള്ള പമ്പിംഗ് ഭാഗികമായി പുനരാരംഭിച്ചു. പ്രശ്നപരിഹാരത്തിനായി ടില്ലറുകളുടെ സഹായത്തോടെ പുഴയിൽ നിന്ന് ആറ്റപ്പള്ളിയിലെ കിണറിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ജലവിധാനം ഉയർത്തിയിട്ടുണ്ട്. ഇതുവഴി കുറഞ്ഞ തോതിലാണെങ്കിലും ചില പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമായി തുടങ്ങി. കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ വെള്ളമെത്തിച്ചും വിതരണം ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ. PFI കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി NIA റെയ്ഡ്. 20 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. PFI തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡാണെന്നാണ് സൂചന. നിർണായക തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായും സൂചനയുണ്ട്. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും NIA റെയ്ഡ് നടത്തി. 3 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഫാമിസിന്റെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും സംഘം പിടിച്ചെടുത്തതായാണ് വിവരം. NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള 7 അംഗ സംഘം 2 കാറുകളിലായാണ് ഫാമിസ് താമസിക്കുന്ന പാലയൂരിലെ വാടക വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത്. ഈ സമയം ഫാമിസ് വീട്ടിലുണ്ടായിരുന്നു. ചാവക്കാട് ടൗണിൽ വസ്ത്രവ്യാപാര സ്ഥാപനം നടത്തുന്ന ഫാമിസ് അബൂബക്കർ അടുത്ത കാലം വരെ SDPI ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റായിരുന്നു. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ താബൂത്ത് കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് കൊടിയേറ്റ കാഴ്ചകൾ പള്ളി അങ്കണത്തിലെത്തി കൊടി ഉയർത്തും. വൈകുന്നേരം നാട്ടുകാഴ്ചയും ഉണ്ടാകും.
നേർച്ചയുടെ ഭാഗമായി പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ മരിച്ചു. 66 വയസ്സായിരുന്നു. തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ വിമാനം തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം രാവിലെ 8:49 അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച മുംബൈയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റാലികളിൽ സംസാരിക്കാനാണ് അദ്ദേഹം സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത്. അജിത് പവാറും 2 അംഗരക്ഷകരും 2 പൈലറ്റുമാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും മരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിച്ചു. അപകടസ്ഥലത്ത് നിന്ന് ചിന്നിച്ചിതറിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഗുരുവായൂർ തിരുനാവായ റെയിൽപാത പദ്ധതി മരവിപ്പിച്ച നടപടി റദ്ദാക്കി. റെയിൽവേ ബോർഡിന്റേതാണ് തീരുമാനം. 2019 റെയിൽവേ പദ്ധതി മരവിപ്പിച്ചിരുന്നത്. നിർമ്മാണ ജോലികൾ പ്രതീക്ഷിച്ച വേഗത്തിൽ നടക്കാത്തതിനാലാണ് അന്ന് പദ്ധതി മരവിപ്പിച്ചത്. കഴിഞ്ഞ ബജറ്റിൽ ഗുരുവായൂർ തിരുനാവായ പാതയ്ക്ക് 45 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതി മരവിപ്പിച്ചതിനാൽ തുക വിനിയോഗിക്കാനായില്ല. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കാനിരിക്കെ റെയിൽവേയുടെ പുതിയ തീരുമാനം പ്രതീക്ഷയുണർത്തുന്നതാണ്. തറക്കല്ലിട്ട ഗുരുവായൂർ തിരുനാവായ റെയിൽ പദ്ധതിയുടെ പ്രതീക്ഷകൾക്ക് 3 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 1995 തറക്കല്ലിട്ട പദ്ധതിക്ക് 96 28 കോടി രൂപയും അനുവദിച്ചിരുന്നു. ദക്ഷിണ റെയിൽവേ പ്രധാന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയിരുന്ന പാത നിർമ്മാണം പക്ഷേ പിന്നീട് മുന്നോട്ടു പോയില്ല. പദ്ധതി യാഥാർത്ഥ്യമായാൽ മംഗളൂരു ഷൊർണൂർ പാതയിലെ പ്രധാന ജംഗ്ഷനായി തിരുനാവായ മാറും. 35 കിലോമീറ്ററാണ് നിർദ്ദിഷ്ട പാതയുടെ ദൂരം. TCV തൃശൂർ. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിഞ്ഞ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 3ാമത്തെ കേസിലാണ് ജാമ്യം. കാനഡയിലുള്ള യുവതിയെ നാട്ടിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയിലാണ് കേസ്. 18 ദിവസമാണ് രാഹുൽ ജയിലിൽ കഴിഞ്ഞത്. തിരുവല്ലയിലെ ക്ലബ്ബ് 7 ഹോട്ടലിൽ പെൺകുട്ടിയെ കൊണ്ട് മുറിയെടുപ്പിച്ച് അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു കേസ്. നേരത്തെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയിരുന്നു. ഉഭയസമ്മതത്തോടുകൂടിയ ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വന്ന ചില വിള്ളലുകളാണ് പരാതിക്ക് കാരണമായത് എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. ബലാത്സംഗം നടന്നിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇത് സാധൂകരിക്കുന്നതിനായി ശബ്ദ സന്ദേശവും വാട്സപ്പ് ചാറ്റുകളും ഹാജരാക്കി. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. കൊറ്റംകുളം വാട്ടർ ടാങ്കിന് സമീപം VKG ബ്രാഞ്ച് ഓഫീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഓഫീസിൽ അതിക്രമിച്ചു കയറി ഓഫീസിനുള്ളിലെ ഫർണിച്ചറുകളും മറ്റും നശിപ്പിച്ച നിലയിലാണ്. കസേരകൾ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. അസുരംകുണ്ട് ഡാമിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നൽകണമെന്ന് മുള്ളൂർക്കര പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് പറഞ്ഞു. 2.5 കിലോമീറ്റർ കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഡാമിനെക്കുറിച്ചറിഞ്ഞ് നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. എന്നാൽ വനം, ഇറിഗേഷൻ വകുപ്പുകൾ പ്രവേശനം തടയുകയാണ്. ചാലക്കുടി നഗരസഭയിലെ പള്ളിപ്പാടം വീണ്ടും മണ്ണടിച്ച് നികത്താനുള്ള ശ്രമത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. ഒരാഴ്ച മുൻപ് ഇത്തരത്തിൽ ശ്രമം നടന്നപ്പോൾ പ്രതിഷേധമുയരുകയും വാർഡ് കൗൺസിലർ അൽഫോൺസ ചാക്കോ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സ്ഥലത്താണ് ചൊവ്വാഴ്ച രാത്രി വീണ്ടും മണ്ണടിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് കുടിവെള്ള പദ്ധതി പ്രകാരം റോഡ് കുഴിക്കുന്ന മണ്ണാണ് ഇതെന്നും പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിനു ശേഷം തിരികെ എടുക്കുമെന്നുമാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഇത് കബളിപ്പിക്കലാണെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. തണ്ണീർത്തടം നികത്തലിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ ജിൽ ആന്റണി വ്യക്തമാക്കി. അങ്ങനെ ചാലക്കുടി ടൗണിൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നുള്ള ഒരു തോട് ആരംഭിക്കുന്നത് ഈ പള്ളി കുളത്തിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്ത് 1 മാസം മുമ്പ് ഇവിടെ ഏകദേശം 10-50 സെൻറ്റ് സ്ഥലത്തോളം മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. ഇവിടെ കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, മണ്ണ് ഇവിടെ ലോഡ് കണക്കിന് അടിച്ചിട്ടുണ്ട്. ഈ മണ്ണ് എവിടെ നിന്ന് കൊണ്ടുവന്ന് അടിച്ചിട്ടു എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല, നഗരസഭയ്ക്കും അറിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, 1 മാസക്കാലം മുമ്പ് ഈ പള്ളിപ്പാടത്ത് മണ്ണ് കൊണ്ടിട്ടത് വലിയ വിവാദമായിരുന്നു. ആ മണ്ണ് കൊണ്ടിട്ടത് മാത്രമല്ല, ഇവിടെ ആകെ 10-50 സെൻറ്റ് സ്ഥലത്തോളം ഇവിടെ ആകെ നിരത്തിരിക്കുകയാണ് മണ്ണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഇത്ര വിവാദമായ പ്രശ്നം ഉണ്ടായിട്ട് പോലും വീണ്ടും ഇവിടെ മണ്ണ് 10-15 ലോഡ് കൊണ്ടിട്ടേക്കാണ്. ഞങ്ങൾക്കിത് അറിയാൻ കഴിഞ്ഞത് ഈ മണ്ണ് വാട്ടർ അതോറിറ്റിയുടെ
അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ കുഴിച്ച ആ കുഴിയിൽ നിന്ന് എടുത്ത മണ്ണാണ് ഇവിടെ കൊണ്ട് പണ്ടുന്നത്. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ മുനിസിപ്പൽ നഗരസഭ അധികൃതരാണ് ഈ മണ്ണ് ഇവിടെ പള്ളിപ്പാടത്ത് ഇവിടെ കൊണ്ടിട്ടോളാൻ പറഞ്ഞതെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചത് ഇവിടെ നഗരസഭയ്ക്ക് സ്വന്തം ചെമ്മിനി ഡാം കാണാനെത്തുന്ന സന്ദർശകർ നിൽക്കുന്ന ഭാഗത്തെ കൈവരി തകർന്നത് അപകട ഭീഷണിയാകുന്നു. കോൺക്രീറ്റ് കാലിൽ ഘടിപ്പിച്ച ഇരുമ്പ് പൈപ്പുകളാണ് നശിച്ചത്. ഡാം തുറക്കുന്നത് കാണാൻ പുഴയുടെ ഇരുവശത്തുമായി വർഷങ്ങൾക്ക് മുൻപാണ് കൈവരി സ്ഥാപിച്ചത്. ഇതിൽ പുഴയുടെ വലതുവശത്തെ കൈവരികളാണ് തകർന്നത്. അപകടാവസ്ഥയിലായ കൈവരികൾ മാറ്റി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഗുരുവായൂർ, കോട്ടപ്പടി, തൊഴിയൂർ മേഖലകളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണ കേസിലെ തൊണ്ടി മുതലായ DVRകൾ കണ്ടെടുത്തു. സ്കൂബ ഡൈവറുടെ സഹായത്തോടെ തൊഴിയൂർ ഇഹിയ ഉൽ ഇസ്ലാം മദ്രസയുടെ കിണറിൽ നിന്നാണ് 2 DVRകൾ കണ്ടെടുത്തത്. മോഷ്ടിച്ച 3 DVRകൾ മദ്രസയുടെ കിണറ്റിൽ ഉപേക്ഷിച്ചു എന്ന പ്രതി കൊട്ടാരക്കര സ്വദേശി റഫീഖിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയത്. കണ്ടെടുത്ത തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കല്ലൂർ മാവിൻ ചുവടിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. സ്വകാര്യ വ്യക്തിയുടെ 3 ഏക്കറോളം വരുന്ന പറമ്പിലാണ് തീ പടർന്നത്. പറമ്പിലെ വാഴകളും മറ്റ് വൃക്ഷങ്ങളും കത്തിനശിച്ചു. പുതുക്കാട് നിന്നുമെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. 6 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 54-കാരനെ 14 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. ചേറ്റുവ സ്വദേശി പുതിയ വീട്ടിൽ റഷീദിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രതി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവഗണിച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. കൊഴുക്കുള്ളി ക്ഷേത്രോത്സവത്തിനിടെ കുഴഞ്ഞുവീണ വയോധികന് ജീവൻ രക്ഷാസഹായവുമായി പോലീസും നഴ്സും. തിങ്കളാഴ്ച രാത്രിയാണ് മുളയം സ്വദേശി ഭഗീരഥൻ ഉത്സവത്തിനിടെ കുഴഞ്ഞു വീണത്. മേഖലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI സന്തോഷ് ജോർജ്, സീനിയർ CPO ജോജു, സമീപത്തെ വീട്ടിൽ ഉത്സവത്തിനായി എത്തിയ രജനി എന്ന നഴ്സ് എന്നിവർ ചേർന്ന് CPR നൽകുകയും യഥാസമയം ഭഗീരഥനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ചികിത്സിക്കാൻ പണമില്ലാതെ കാലിലെ പഴുപ്പ് സ്വയം തുണിവെച്ച് കെട്ടി കഴിയുകയാണ് വീട്ടമ്മയായ ജയ. വിധവയായ അരിമ്പൂർ 4 കല്ല് സ്വദേശി ജയയുടെ ജീവിതമറിയുമ്പോൾ നോവാത്ത മനസ്സുകൾ ഉണ്ടാവില്ല. ഗൾഫിലുള്ള മകനെക്കുറിച്ച് 3 വർഷമായി യാതൊരു അറിവുമില്ല. ഭർത്താവിനെ പിരിഞ്ഞ് 3 കുട്ടികളുമായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് മകൾ. മകൾക്കും 3 കുഞ്ഞുമക്കൾക്കും വേണ്ട ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിനങ്ങൾ 56-കാരിയായ ഈ വീട്ടമ്മയ്ക്കുണ്ട്. അരിമ്പൂർ 4 കല്ലിൽ സഹോദരൻ എടുത്തുകൊടുത്ത വാടക വീട്ടിലാണ് ജയയും മകളും പേരക്കുട്ടികളും കഴിയുന്നത്. കൂലിപ്പണിക്കാരനായിരുന്ന ഭർത്താവ് ഉണ്ണിമോൻ മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. 3 പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചു. ഒരാളുടെ ഭർത്താവിന് ക്യാൻസർ. വീട്ടിൽ അംഗസംഖ്യ 5 ആയപ്പോൾ ദാരിദ്ര്യവും പതിവായി. ജയയുടെ സഹോദരൻ ഇടയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന സാധനങ്ങളും വിധവാ പെൻഷനുമാണ് ഏക ആശ്വാസം. സമീപ വീടുകളിലെ കുട്ടികൾ സ്കൂളിലേക്ക് വാഹനത്തിൽ പോകുമ്പോൾ ഒരാൾക്ക് 450 രൂപ വീതം കൊടുക്കാനില്ലാത്തതിനാൽ ഒപ്പമുള്ള പേരക്കുട്ടികളിൽ 2 പേർ 1 കിലോമീറ്ററിലേറെ ദൂരം നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. ജയയുടെ കാലിൽ രക്തചംക്രമണം കുറഞ്ഞതുമൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം മുറിവ് വന്ന് വ്രണമായി ഇരിക്കുകയാണ്. തൃശൂരിലാണ് ആദ്യം ചികിത്സിച്ചിരുന്നതെങ്കിലും പോയി വരാനുള്ള പണമില്ലാത്തതിനാൽ അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായി പിന്നീട് ചികിത്സ. എന്നാൽ അവിടേക്ക് ഓട്ടോയിൽ പോകാനുള്ള പണവും പുറമെ നിന്ന് മരുന്നുകൾ വാങ്ങാനുള്ള പണവുമില്ലാത്തതിനാൽ പലപ്പോഴും മുറിവിൽ സ്വയം തുണി കെട്ടി ആരോടും സങ്കടം പറയാതെ ജീവിതം തള്ളി നീക്കുകയാണ് ഇവർ. എനിക്ക് ഇങ്ങനത്തെ ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. 10 വർഷമായി കാലം ഇങ്ങനെ ഒടുങ്ങി
നീര് വന്ന് പൊട്ടിപ്പഴുത്ത് ഒന്നും പറ്റാണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് ഇരിപ്പായിട്ട് അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിലാണ്. ഗൾഫിൽ ജോലി തേടിപ്പോയ 29-കാരനായ മകനെക്കുറിച്ച് 3 വർഷമായി യാതൊരു അറിവുമില്ലെന്നത് ഈ അമ്മയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. മകന്റെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കിയെങ്കിലും മറുപടി ലഭിച്ചില്ല. പരിചയക്കാരുടെ നമ്പറിൽ വിളിച്ചെങ്കിലും അവരും നിസ്സഹായരാണ്. എൻ്റെ മകനെ കാണാനായിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി. ദുബായിക്ക് പോയതെന്ന് അവനെ പറ്റിയൊരു വിവരമൊന്നുമില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാനും എടുക്കാനും പറയാനായിട്ട് എനിക്ക് വലിയ അറിവുള്ള ആൾക്കാരൊന്നും പറയാൻ ആരുടെ അടുത്ത് പറയാനൊന്നുമില്ല. അറിവുള്ളവരോടൊക്കെ പറഞ്ഞ് അവരന്വേഷിച്ചു, പക്ഷെ ഒരറിവും കിട്ടിയൊന്നുമില്ല. ഇവരുടെ ദുരവസ്ഥ കേട്ടറിഞ്ഞ അരിമ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാകൃഷ്ണൻ, ജനപ്രതിനിധി CP പോൾ എന്നിവർ വീട്ടിലെത്തി മകനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനും ചികിത്സയ്ക്കും മരുന്നിനുമുള്ള പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടിലും മകന്റെ മടങ്ങിവരവിനായുള്ള മനം നൊന്തുള്ള കാത്തിരിപ്പിലാണ് ഈ അമ്മ. TCV തൃശൂർ. മാള BRC സംഘടിപ്പിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സഹവാസ ക്യാമ്പിന് തുടക്കമായി. കളരി പരിശീലനം, യോഗ, ചിത്രരചന, പാചകം തുടങ്ങിയവയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. കുട്ടികളും അമ്മമാരും അധ്യാപകരും ഉൾപ്പെടെ 60ഓളം പേർ 2 ദിവസം കൊമ്പത്തുകടവിലെ മാങ്കറ ഫാമിൽ താമസിച്ചാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെലിൻ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പമ്പിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൊടകര പഞ്ചായത്തിൽ അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. KD അപ്പച്ചൻ, അൻവർ സാദിഖ്, അമ്പിളി സോമൻ, TS അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ IHRD കോളേജിൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കമായി. സാങ്കേതിക സാംസ്കാരിക കഴിവുകളുടെ പ്രദർശനമാണ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. അടുത്ത മാസം എറണാകുളത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ടെക്നോ ഫെസ്റ്റിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പത്തിരിപ്പാല സദനം കുമാരൻ കോളേജ്, പഴയന്നൂർ സ്കൂൾ എന്നീ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പല വിദ്യാർത്ഥികൾ കോളേജിലെ വിവിധ തര പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. തരംഗിന്റെ ഭാഗമായി കോളേജിൽ വിവിധ തര ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫുഡ് സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ GTech, BSNL, SBI എന്നീ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സ്റ്റഡി നാഷണൽ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് തരംഗ് 2K26 ഫെബ്രുവരി 7-8 തീയതികളിൽ ആലുവ കപ്രശ്ശേരി MTHS സ്കൂളിൽ വെച്ച് നടക്കുന്നതാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് പേവിഷബാധ ലക്ഷണങ്ങളോടെ തെരുവ് നായയുടെ പരാക്രമം. 4 നായ്ക്കുട്ടികളെ കടിച്ചതോടെ തെരുവ് നായയെ പിടികൂടി നിരീക്ഷണത്തിലാക്കി. വാർഡ് കൗൺസിലർ V അനൂപ് വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തിയാണ് നായയെ പിടികൂടിയത്. കടിയേറ്റ 4 നായ്ക്കുട്ടികളും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി മേഖലയിലെ 5 തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് നഗരസഭാ പരിധിയിലെ തെരുവ് നായ്ക്കളെ കുത്തിവെപ്പിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. പാമ്പാടി കണിയാർക്കോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ വോട്ട് ചേർക്കാൻ എത്തുന്നവർ വലയുന്നു. ടോക്കൺ നൽകിയാണ് ഇവിടെ നടപടികൾ പൂർത്തീകരിക്കുന്നത്. എന്നാൽ മന്ദഗതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വില്ലേജ് ഓഫീസിൽ എത്തുന്നവർക്ക് ആവശ്യത്തിന് ഇരിപ്പിടമോ കുടിവെള്ളമോ ഒരുക്കിയിട്ടില്ലെന്നും വോട്ടർമാർ പരാതിപ്പെടുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലാമല വില്ലേജ് ഓഫീസ്, തിരുവല്ലാമല പാമ്പാടി വില്ലേജ് ഓഫീസിലാണ്. ഇന്ന് SIR-മായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുമായി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരി 14 മുതൽ ഇവിടെ കാലത്ത് വൈകുന്നേരമായിട്ട് വളരെ ഭീഡ് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഞാനും അതുപോലെ തന്നെ SIR-ൽ പേരില്ലാതെ BLO ഓരോ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം ഇന്ന് 12 മണി മുതൽ 2 മണി വരെയാണ് ടൈം തന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ 11:30 തന്നെ എത്തിയപ്പോൾ ഇവിടെ ആദ്യത്തെ ബാച്ചിൽ തന്നെയുള്ള 40ാമത്തെ നമ്പറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ആവശ്യമാണ്. എങ്കിൽ കൂടി പ്രായമായവര് കൈക്കുഞ്ഞുമായിട്ട് വന്നവർക്ക് ഇവിടെ വന്ന് നിൽക്കാനോ ഇരിക്കാനുള്ള ഒരു സൗകര്യം, അതുപോലെ കുടിവെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ വില്ലേജിലോ അല്ല പരിസരങ്ങളിലോ ഇല്ലാതൊരു കണ്ടീഷൻ ഉണ്ട്. അതുപോലെ പ്രായമായവര്, വയസ്സായവര്, അവരൊക്കെ വന്നിട്ട് ക്യൂല് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ട്. അതിന് ഒരു പരിഹാരം കാണും. മാള കാർമൽ കോളേജിൽ ഫെബ്രുവരി 5, 6 തീയതികളിൽ റിഗാലോ നാഷണൽ കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി ഡിസൈനർ മത്സരം, ഫാഷൻ ഷോ, നൃത്തങ്ങൾ ഉൾപ്പെടെയുള്ളവ നടക്കും. കോളേജ് ദിനാഘോഷവും കൾച്ചറൽ ഫെസ്റ്റും ഫെബ്രുവരി 5-ന് കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പദ്ധതിയിൽ 100 ഡയാലിസിസ് രോഗികൾക്ക് വൈദ്യസഹായം നൽകുമെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ, PK രാജേശ്വരി, ലിൻഡ P. ജോസഫ്, അമൽ ലോയിഡ് ആന്റണി, ജിസ ഫ്രാൻസിസ്, CA നവീന എന്നിവർ അറിയിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഡ്രസ് ബാങ്കിന് തുടക്കമായി. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളാണ് ഡ്രസ് ബാങ്ക് ആരംഭിച്ചത്. ആവശ്യമുള്ള ആർക്കും ഡ്രസ് ബാങ്കിൽ നിന്ന് സൗജന്യമായി പുതുവസ്ത്രങ്ങൾ കൊണ്ടുപോകാം. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിധിൻ, വടക്കാഞ്ചേരി SI VS മുരളീധരൻ, വാർഡ് കൌൺസിലർ PN വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡു വിതരണം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹാമില സലീം, ഷോല മഹേഷ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, ബ്ലോക്ക് അംഗം ഇർഷാദ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റായി CP അനിൽ ചുമതലയേറ്റു. KPCC അംഗം MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റുബീന നാസർ, DCC സെക്രട്ടറിമാരായ TM നാസർ, CC ബാബുരാജ്, CJ പോൾസൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 100ഓളം അമ്മമാർക്ക് പെൻഷൻ നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, മാധ്യമപ്രവർത്തകൻ ലിജിത്ത് തരകൻ, സിസ്റ്റർ റോസ്ലിൻ, എഴുത്തുകാരി സീമ നീലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 31 മുതൽ ഫെബ്രുവരി 10 വരെ മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുൻ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VA മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ KP ജോർജ് അധ്യക്ഷത വഹിച്ചു. വാൻഗാർഡ് ചെയർമാൻ TS സജീവൻ, നഗരസഭാ കൌൺസിലർമാരായ KV അജിത് കുമാർ, വിമി ബിജേഷ്, TS വിനീത, VS അശ്വതി, രമ്യ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. തെലങ്കാനയിൽ നടന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ സനീൻ ജാസിം, കാർത്തിക് P. പണിക്കർ എന്നിവർ ഗ്രൂപ്പ് ഇന മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. മൂടൽമഞ്ഞിനെ വെള്ളമാക്കി മാറ്റുന്ന ഫോഗ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് ഇവർ വർക്കിംഗ് മോഡലിലൂടെ അവതരിപ്പിച്ചത്. ഫിസിക്സ് അധ്യാപിക ജിജിയുടെ മേൽനോട്ടത്തിലാണ് ഇരുവരും പ്രോജക്റ്റ് തയ്യാറാക്കിയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മരുഭൂ പ്രദേശങ്ങളുണ്ടാവുമല്ലോ, അവിടെ നമുക്കുള്ള വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിനൊരു സോഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഉള്ള പോലെ പുഴ, കിണർ, സാധനങ്ങളൊന്നും ഇല്ല. അവിടെ ഉള്ളൊരു സംഭവമാണ് സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യ ഉദിക്കുന്നതിന് മുമ്പും വരെ നിൽക്കുന്ന മൂടൽമഞ്ഞ്, മോർണിംഗ് ഫോഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അതിന് എഫക്റ്റീവ്ലി ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ അതിനൊരു ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത്. നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ അയണൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെള്ളത്തിന് ചാർജ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഗ്യാസിനൊക്കെ അയണൈസ് ചെയ്തിട്ട് വെള്ളത്തിനെ കൊണ്ടുവരും. നമ്മൊരു മെഷീനെ പോസിറ്റീവ്ലി ചാർജ് ചെയ്തിട്ടുണ്ട്.
ഈ അയണൈസ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിനെ നമുക്ക് ശേഖരിക്കാനും അന്തരീക്ഷത്തിലുള്ള മൂടൽമഞ്ഞിനെ ശേഖരിക്കാനും നമുക്ക് പിന്നെ എന്താണ് കണ്ടൻസേഷൻ നമ്മൾ ഈ മെഷീനെ തണുപ്പ് വഴി ബാക്കിയുള്ള മൂടൽമഞ്ഞല്ലാത്ത അന്തരീക്ഷത്തിലുണ്ടല്ലോ എന്താ ഹ്യൂമിഡിറ്റി നമുക്ക് കണ്ടൻസ് ചെയ്യാനും ചുറ്റുവട്ടത്തുള്ള ഈ എന്താ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി യൂണിറ്റ് വാർഷിക സമ്മേളനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റ് MP ഫ്രാൻസിസ് അധ്യക്ഷനായി. ഡോക്ടർ ശ്രീലക്ഷ്മി ഗോപാലകൃഷ്ണൻ, നിത്യ ശ്രീരാം എന്നിവർ വാർദ്ധക്യകാല ആരോഗ്യ പരിചരണം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. K. കാളിക്കുട്ടി, അഡ്വക്കേറ്റ് TR നാരായണൻ നായർ, അജിത ജയരാജൻ, CI രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ചാലക്കുടി നഗരസഭാ കൌൺസിലർ പൗലോസ് താക്കോൽക്കാരന്റെ 33ാം അനുസ്മരണ ദിനം ഫെബ്രുവരി 2 ആചരിക്കും. പൗലോസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷൻ, ചാലക്കുടി നഗരസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം, പുരസ്കാര സമർപ്പണം എന്നിവ നടക്കും. ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, KV പോൾ, ഫൗണ്ടേഷൻ സെക്രട്ടറി US അജയ്കുമാർ എന്നിവർ അറിയിച്ചു. മാള പുത്തൻചിറയിൽ തെങ്ങ് തലയിൽ വീണ് മരംവെട്ടുകാരനായ നേപ്പാൾ സ്വദേശി മരിച്ചു. 27 വയസ്സുള്ള മദൻകുമാർ ഖഡുക്കയാണ് മരിച്ചത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കടങ്ങോട് പത്മനാഭന്റെ കൃഷിയിടത്തിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷി തൃശൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ M ബാലാജി അധ്യക്ഷനായി. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലേയൻ, സംയോജിത കൃഷി ജില്ലാ കൺവീനർ CR രാഗേഷ്, കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമിട്ടു. 2 ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EN ശശി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA രജനി, കൃഷി ഓഫീസർ ശീതൽ റോസ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. ഉച്ചകഴിഞ്ഞ് പ്രാദേശിക പൂരങ്ങൾ എഴുന്നള്ളിക്കും. കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റും. ക്ഷേത്രം ഭാരവാഹികളായ KR അനൂപ്, CM അനിൽകുമാർ, CP മനോഹരൻ, CU ഷനിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. വികാരി ഫാദർ തോമസ് വിളക്കനാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ, ജനറൽ കൺവീനർ തോമസ് വള്ളിയാന്തടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻ MLAയും കോൺഗ്രസ് നേതാവുമായിരുന്ന V ബലറാമിന്റെ പേരിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള സ്മൃതി പുരസ്കാരത്തിന് മാത്യു കുഴൽനാടൻ MLA അർഹനായി. 1001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച ഗുരുവായൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ K മുരളീധരൻ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, PV ബദറുദ്ദീൻ, ശിവൻ പാലിയത്ത്, VK ജയരാജൻ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തീപിടുത്തം. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറകുവശത്ത് അടിക്കാടിനാണ് തീപിടിച്ചത്. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. 1 മാസത്തിനിടെ നിരവധി തവണ മുനയ്ക്കൽ ബീച്ചിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചാലക്കുടി കോട്ടാറ്റ്, ആനമല ജംഗ്ഷൻ എന്നിവിടങ്ങളിലുണ്ടായ തീപിടുത്തം ചാലക്കുടി ഫയർഫോഴ്സ് സംഘമെത്തി അണച്ചു. കോട്ടാറ്റ് തോട്ടത്തിൽ മത്തായിയുടെ പറമ്പിലും ആനമല ട്രാംബേ റോഡിലെ ചപ്പുചവറുകളുമാണ് കത്തിയത്. ട്രാംബേ റോഡിലെ അഗ്നിബാധ ആശങ്ക സൃഷ്ടിച്ചു. തൊട്ടടുത്ത് നിരവധി സ്ഥാപനങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നതുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ചാലക്കുടി ഫയർഫോഴ്സ് എത്തി നാശനഷ്ടങ്ങളില്ലാതെ തീയണച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,140 രൂപ, പവന് 1,21,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
ചാവക്കാട് മണത്തലയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ഗുരുവായൂർ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വേലൂർ പഞ്ചായത്തിലെ മണിമലർക്കാവ് പ്രദേശത്തു നിന്നും രാത്രിയിൽ വൻതോതിൽ മണ്ണെടുക്കുന്നതായി പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ. നെയ്തലക്കാവ് പൂരദിനത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. കാവുങ്ങൽ വിപിൻ, പെരിങ്ങാട് വീട്ടിൽ സുബേഷ് എന്നിവരാണ് പ്രതികൾ. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിട്ടുനൽകിയ വാഹനങ്ങൾക്ക് 1 മാസം കഴിഞ്ഞിട്ടും വാടക ലഭിച്ചില്ലെന്ന് പരാതി. വാഹനങ്ങളുടെ വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂരിലെ ടാക്സി ഉടമകൾ. കാവനാട് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചു. ടാങ്കറുകളിൽ വെള്ളമെത്തിച്ചും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ശ്രമം. പമ്പിംഗ് നിർത്തിവെച്ചത് കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.